ഒരു സൈക്കിളിൽ കറങ്ങാവുന്ന നഗരം. രാത്രിയാകുമ്പോൾ ലാന്റേൺസ് കൊണ്ട് അലങ്കരിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നഗരമാണ്. വിയറ്റ്നാമിലെ ഹൊയാനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ലെറ്റ്സ് എക്സ്പ്ലോർ ഹൊയാൻ. വെൽക്കം ടു അവർ ഡേ 4 ഇൻ വിയറ്റ്നാം. വെൽക്കം ടു ഹോയ് ആൻ. വിയറ്റ്നാമിലെ ഞങ്ങളുടെ 4ാമത്തെ ദിവസം. ഇന്നൊരു നല്ല സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ട്രഡീഷണൽ വില്ലേജ് ആയിട്ടുള്ള ഹൊയാനിലേക്ക്. നമ്മൾ ആദ്യം തന്നെ ഡനാങ്ങിൽ നിന്ന് നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്തൊരു ടാക്സി എടുത്ത് നേരെ ഹൊയാനിലെത്തി. നമ്മുടെ ഹോട്ടലാണ് ഈ കാണുന്നത്, ഗ്രാൻഡ് സൺറൈസ് ഹോട്ടൽ. അത്യാവശ്യം നല്ല ഫെസിലിറ്റിയും ചെറിയ പൈസയും, അതാണ് ഈ ഹോട്ടലിന്റെ പ്രത്യേകത. അഗോഡയിലാണ് ഞാൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന് ഞാനൊരു സൈക്കിൾ എടുത്ത് നേരെ പോയത് കോക്കനട്ട് ഐലൻഡിലേക്കാണ്. കോക്കനട്ട് ഐലൻഡിൽ നമ്മൾ പോയത് ബാസ്കറ്റ് ബോട്ട് റൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബാസ്കറ്റ് ബോട്ട് റൈഡിങ് സ്പിന്നിങ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങളും ഈ കൊട്ടവഞ്ചി കയറിയിരുന്നു. ആദ്യം തന്നെ അവർ നമുക്ക് ഓല കൊണ്ടുണ്ടാക്കിയ ട്രഡീഷണൽ ആയിട്ട് റിങ്ങും നമ്മുടെ പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഒരു കൗതുകം ഉണർന്ന കാഴ്ചയായിരുന്നു അത്. അതിനുശേഷം അവർ നമ്മളെ എടുത്ത് അതിന്റെ ബാക്ക് വാട്ടേഴ്സിലേക്കൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് വന്നു. ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് ട്വിസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്രാബ് ഫിഷിംഗ് വരുന്നത്. നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി ചൂണ്ടിട്ട് നോക്കി ഞണ്ട് കൊളുത്തിയെങ്കിലും ഭാഗ്യമുണ്ടായില്ല. പിന്നീടാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള സ്പിന്നിങ് വരുന്നത്. ഇതിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, 8 കറക്കി മനുഷ്യന് തല കറങ്ങി തോന്നിയപ്പോഴാണ് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോരോ റൈഡ് ചെയ്തു. ഇതിന് വരുന്ന കോസ്റ്റ് 1,00,000 വിയറ്റ്നാമീസ് ഡോങ് ആണ്. കേട്ടിട്ട് പേടിക്കണ്ട, നമ്മുടെ നാട്ടിലാകെ 300 രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം തലയൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകിട്ടാണ് ഇറങ്ങിയത്. ഒരു നാടിന്റെ ടൂറിസത്തിൽ ഏറ്റവും പ്രധാനമാണ് അവിടുത്തെ നൈറ്റ് ലൈഫും ഇതുപോലെയുള്ള സ്ട്രീറ്റുകളും ഒക്കെ. ഹൊയാൻ സ്ട്രീറ്റിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ലാന്റേൺ ലൈറ്റ്സ് ആണ്. നിങ്ങൾ നടക്കുന്ന വഴികൾ നീളയും അതുപോലെ തന്നെ എല്ലാ ഷോപ്സിലും നല്ല ലാന്റേൺസ് ഇട്ട് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലാന്റേൺ ബോട്ട് റൈഡ് ഭയങ്കര ഫേമസ് ആണ്. ഇന്ന് ലാന്റേൺ കത്തിച്ച് വെച്ചിരിക്കുന്ന ബോട്ടിൽ കയറി പോവുകയും അതുപോലെ അവർക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാന്റേൺ നമുക്ക് വെള്ളത്തിൽ ഒഴുക്കി വിടുകയും ചെയ്യാം, ദീപങ്ങൾ വെള്ളത്തിൽ ഒഴുക്കുന്നത് പോലെ. പക്ഷേ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ്സ് ആണ്. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആക്ച്വലി ഇവിടുന്ന് ഒരു ഫുഡ് ചലഞ്ച് പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് റീലായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വിയറ്റ്നാം ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഹൊയാനും ഈ ഹൊയാനിൽ നൈറ്റ് ലൈഫും ആയിരുന്നു. നിങ്ങൾ വിയറ്റ്നാമിലേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഹൊയാൻ മിസ്സാക്കാതിരിക്കുക. പാർട്ട് 5 ഡനാങ്ങിലെ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ ബൈ.